ഹലോ ഗൈസ്, അപ്പം കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു, കറണ്ടൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ ആയിരുന്നിരിക്കണം. സോ എനിക്ക് വീഡിയോ ഒന്നുമില്ല, എൻ്റെ ഫോണേ ഓഫായിരുന്നു. ഇന്ന് ഓണായി, പക്ഷേ ഇന്നൊക്കെയാണ് കറണ്ടൊക്കെ ഒന്നെല്ലാം സെറ്റായത്. അപ്പം ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ നോർത്തു. ഇപ്പോൾ രാത്രി ഇപ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ പോവാം കേട്ടോ. അതെ, മനസ്സിലായോ? കാണുന്നില്ലേ? ഇപ്പോൾ അമ്പലത്തിൽ ഉത്സവമാണ് ഗൈസ്, ഉത്സവം. അപ്പം വൈകുന്നേരം ചെന്നാലേ ഇത് കിട്ടും. വൈകുന്നേരം സായാഹ്ന ഭക്ഷണമുണ്ട്, ഇഡ്ഡലി സാമ്പാറും. ഞാൻ ഇത് കഴിക്കാൻ പോവുകയാണ്. പിന്നെ ദീപാരാധനയും തൊഴണം. അപ്പോൾ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാൻ നടന്ന് അമ്പലത്തിൽ എത്തി കേട്ടോ. പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് ഓർത്തു. കാര്യം ഇവിടെ എല്ലാം പാട്ട് കേൾക്കുവാണ്. അപ്പം ഞാൻ അത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ കോപ്പി റൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ നല്ല പാട്ടും കൊട്ടും മേളമൊക്കെ ആട്ടോ. വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഒരുക്കുക കേട്ടോ. നമ്മൾ ചെന്ന് നോക്കി അതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് വന്നത് വെറുതെ വരുന്നില്ല. അപ്പോൾ ഇഡ്ഡലി സാമ്പാറുമാണ് ഇന്നത്തെ ഫുഡ്. ഇന്നത്തെ അല്ല, ഇന്നും വൈകുന്നേരം ഇഡ്ഡലി സാമ്പാറുമാണ്. അങ്ങനെ ഞാൻ കൃഷ്ണനല്ലേ എൻ്റെ ശിവനെയൊക്കെ കണ്ടില്ല, സമാധാനമായിട്ട് തൊഴുതു. ഇത് ഫസ്റ്റ് ഡേ ആണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി തന്നെയാണ് കേട്ടോ. ആളുടെ കരോക്കെ ഗാനമേള ഉണ്ടായിരുന്നു, കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പിന്നെ ദീപാരാധനയെ കഴിഞ്ഞിട്ടും അവിടെ വന്ന് ഇരുന്ന് അതൊക്കെ കേൾക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വെച്ച് അതിന് മുന്നേ ശിവരാത്രിക്ക് ഇരുന്നപ്പോൾ പരിചയപ്പെട്ടിട്ട് ചേച്ചിയെ കണ്ടെങ്കിൽ ഞാനും ചേച്ചിയും കൂടി ആട്ടോ ഇരുന്നത്. കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ വീഡിയോ ഒക്കെ എടുത്തോളൂ. എനിക്ക് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഇവരൊന്നും ഒരിക്കലും എൻ്റെ വീഡിയോ ഒന്നും കാണത്തില്ല. ഈ അമ്മാമ്മമാരുടെ ആൻറ്റിമാരുടെ ഒക്കെ ബേക്ക് വശമൊക്കെ ഞാൻ എടുക്കും. അവരൊന്നും അത് കാണാനൊന്നും പോകുന്നില്ല. പിന്നെ ഞങ്ങളൊക്കെ പോലുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമൊന്നും പെടത്തില്ല. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചത് കേട്ടോ, ചേച്ചിയോട് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ഇഡ്ഡലി സാമ്പാറൊക്കെ മേടിച്ചിട്ടേ കഴിക്കുക കേട്ടോ. 4 ഇഡ്ഡലി ഉണ്ടായിരുന്നു. സാമ്പാറൊക്കെ പിന്നെ കൊണ്ട് തരുമായിരുന്നു കേട്ടോ. ചേച്ചി ഞാനും എൻ്റെ ചേച്ചിയും ഈ ചേച്ചിയുടെ അനിയത്തി 4 ആളും കൂടി മുന്നൊരുക്കി ഞങ്ങൾ ശിവരാത്രി വ്രതം നിന്നിട്ടുണ്ട് ഇവിടുത്തെ അമ്പലത്തിൽ. അപ്പത്തൊട്ടുള്ള കമ്പനിയാട്ടോ. പിന്നെ ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുമ്പോഴാണ് കാണാറുള്ളത്. അന്ന് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരേ ഒരു വട്ടം മാത്രമേ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടുള്ളൂ. പിന്നെ പലപ്പോഴും പിടിക്കുമ്പോൾ ഞങ്ങൾ പിടിക്കുന്ന സമയത്ത് അവർ കാണത്തില്ല, അവർ പിടിക്കുന്ന സമയത്ത് ഞങ്ങൾ കാണത്തില്ല. അങ്ങനെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഉച്ചയ്ക്ക് അന്നദാനം ഇവിടെ നിന്നായിരുന്നു കഴിച്ചത്. അത് കഴിഞ്ഞ് നൈറ്റ് ഫുഡ് കഴിക്കാനാണ് വന്നത്. വീടിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് നടന്നു വരുന്നൊക്കെ ദൂരം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. പാത്രമൊക്കെ കൊണ്ടിട്ട് കൈയൊക്കെ കഴിവാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാരൊന്നും വരത്തില്ല. ഞങ്ങളുടെ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ മാത്രമോ, ഈ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം തമ്മിൽ അറിയാം. മൊത്തം അയൽക്കാർ, അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ഫുഡും കഴിച്ച് വീട്ടിലേക്കുള്ള ഫുഡ് എടുത്തിട്ടാട്ടോ പോകുന്ന. കാര്യം വേസ്റ്റ് ആയി പോവും. ഇനി നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറും തന്നെയാണ്. ഒരാൾക്കുള്ള ഫുഡ് അവരവരെടുത്തിട്ട് പോകും. 4 ഇഡ്ഡലി 1 ഗ്ലാസ് സാമ്പാറും. അങ്ങനെ ഏതൊക്കെ എടുത്ത് അമ്മയും കൃഷ്ണാൻ്റെയും അമ്മയുടെ ഫ്രണ്ടാട്ടോ നടന്നു പോവുകയാണ്. ഞാനും ഉണ്ട് പിറകിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.